കുഴിനകം വേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത, നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ വേദന അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിപ്പിച്ച് പരിശോധിപ്പിച്ചത് തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ട കുറ്റമാണോ? അടിയന്തര ചികിത്സയ്ക്കായി നൂറുകണക്കിന് രോഗികൾ കാത്തു നിൽക്കുമ്പോഴാണ് ജനറൽ ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിപ്പിച്ച് കാലിലെ കുഴിനക പരിശോധന നടത്തിയത്. കാര്യമൊക്കെ ശരിയാണ്. കളക്ടർ ഈ ജില്ലയുടെ ഭരണാധികാരിയാണ്. കളക്ടറുടെ ആരോഗ്യം നമ്മൾ നോക്കണം. ജനങ്ങളുടെ ആവശ്യമാണ് കളക്ടർ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കളക്ടർ ജെറോമിക് ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിളിച്ച് തൻ്റെ കാലിലെ കുഴിനകം പരിശോധിക്കാൻ ഒരു ഡോക്ടറെ ഔദ്യോഗിക വസതിയിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ടു. ഇതൊരു തെറ്റാണോ? ഇതിന് വഴങ്ങാതിരുന്ന DMOയുടെ അധികാരസ്വരത്തിൽ ആജ്ഞാപിച്ചപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് സർജനെ കളക്ടറുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നിരവധി രോഗികൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് കളക്ടറുടെ നഖം പരിശോധിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ചതെന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. വീട്ടിലെത്തിയ ഡോക്ടർ അരമണിക്കൂർ കാത്തിരുന്ന ശേഷമാണ് കളക്ടർ ഇറങ്ങി വന്നത്. നടക്കാൻ വയ്യാതെ വീൽ ചെയർ ഇല്ലാത്തതിനാൽ നിരങ്ങിയാണ് കളക്ടർ ഡോക്ടറുടെ മുന്നിലേക്ക് പരിശോധനയ്ക്കായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹത്തിനെ മാത്രമേ അറിയൂ. 3 മാസം മുമ്പും ഇതുപോലെ അസുഖം വന്നപ്പോൾ പേരൂർക്കട ആശുപത്രിയിൽ വിളിച്ച് ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു. വേദന വന്നാൽ എന്തു ചെയ്യും? ഡോക്ടറുടെ സേവനം ആവശ്യമല്ലേ? തിരക്കേറിയ OPയിൽ ജീവനക്കാരുടെ കുറവിലും പൊതുജനങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ടിരുന്ന ഡോക്ടറെ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് സ്വവസതിയിലേക്ക് വിളിച്ചു വരുത്തിയ ജില്ലാ കളക്ടറുടെ നടപടി കൊലക്കുറ്റത്തെക്കാളും വലിയ കുറ്റമെന്ന രീതിയിലാണ് KGMOയുടെ അഭിപ്രായം. കളക്ടറുടെ ഈ നടപടി മൂലം പാവപ്പെട്ട രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി പോലും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. സംഘടനക്കാരെ നിങ്ങളൊന്ന് ഓർക്കണം. ഭരണാധികാരികളുടെ വീടുകളിൽ മാത്രമല്ല, കിടപ്പ് രോഗികളുടെ വീടുകളിലും നിങ്ങൾ പോയി പരിശോധിക്കാനും ചികിത്സിക്കാനും ബാധ്യതയുള്ളവരാണ്. അതിനുവേണ്ടിയാണ് പട്ടിണിപ്പാവങ്ങളുടെ നികുതി പണം എടുത്ത് നിങ്ങളെ പഠിപ്പിച്ച് ഇവിടെ ജോലിക്ക് വച്ചിരിക്കുന്നത്. ആതുര സേവനമാണ് നിങ്ങളുടെ ജോലി. അത് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കളക്ടർക്ക് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് പരിശോധിച്ചേനെ. ഒരാളിൻ്റെ രോഗാവസ്ഥയിൽ അയാളെ പോയി പരിശോധിച്ചിട്ട് ഈ വക തെമ്മാടിത്തരം പറയുന്നത് ചെറ്റത്തരമാണ്. നിങ്ങൾ പാവങ്ങളുടെ നികുതി പണമാണ് മാസാമാസം കൈനീട്ടി ശമ്പളം വാങ്ങുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർ, അതായത് മേലുദ്യോഗസ്ഥർ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം. ഇങ്ങനെയുള്ള പരാതികൾ വരാതിരിക്കാൻ കളക്ടർമാരുടെ ഔദ്യോഗിക ക്യാമ്പ് ഓഫീസിൽ ഒരു മെഡിക്കൽ ടീമിനെ കൂടി സർക്കാർ നൽകണം.